ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് റിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്കിന്ന് ബർത്ത്ഡേ ഗേളായിട്ടൊന്ന് ലണ്ടൻ വരെ പോയാലോ? ഞങ്ങളങ്ങനെ ട്യൂബിൽ കയറി ടോട്ടനം കോട്ട് റോഡിൽ ഇറങ്ങി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആൾക്കറിയില്ല, അത് നമുക്ക് വഴിയെ കാണാം. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓൾറെഡി ഇന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ റിച്ചുവിനെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ടോട്ടനം കോട്ട് റോഡ് സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോങ് എസ്കലേറ്റർ കയറിയിട്ട് വേണം ഗൈസ് നമുക്ക് എക്സിറ്റിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ്റെ ടോപ്പ് ഫ്ലോറിലെത്തി. ആക്ച്വലി ഇവിടെ 2 എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ഏത് എക്സിറ്റിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഡെസ്റ്റിനേഷനിലെത്താൻ ഈസി എന്ന് നോക്കാം. ഈ വഴി എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ സ്ട്രീറ്റിലൊരു മെയിൻ അട്രാക്ഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ മെയിൻ സ്പോട്ട്. ഇത് ആക്ച്വലി ഒരു ഓപ്പൺ ഹോളാണ്. ഇതിൻ്റെ വോളും റൂഫും എല്ലാം LED സ്ക്രീൻസ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അവർ പ്ലേ ചെയ്യുന്ന ഓരോ വീഡിയോസും നമുക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്തായാലും കളർഫുള്ളാണ്. ബർത്ത്ഡേ ഗേൾ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് വീഡിയോ വന്നു ഗൈസ്. ഇതൊരു മ്യൂസിക്കൽ വീഡിയോ ആണല്ലോ ഗൈസ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇതിലുള്ള മ്യൂസീഷ്യൻസിനെല്ലാം ഓരോ നെയിംസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന കുറച്ച് ഓഡിയൻസിൻ്റെ നെയിംസ് ആണ് അതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മുടെ ഒരാളുടെ പേര് അവിടെ കണ്ടോ എന്നൊരു ഡൗട്ട്. അതെ ഗൈസ്, റിനു എന്നുള്ളത് റിച്ചുവിൻ്റെ പെറ്റ് നെയിമാണ് ഗൈസ്. റിച്ചു അറിയാതെയാണ് ഞാൻ ആ നെയിം അവിടെ സെറ്റ് ചെയ്തത്. അത് കണ്ടപ്പോൾ ആള് നല്ല ഹാപ്പിയായി. ഇനി നമുക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകാം ഗൈസ്. ഇന്നധികം ക്രൗഡ് ഇല്ല അല്ലേ? അങ്ങനെ നടന്ന് അറ്റ് ലാസ്റ്റ് ലെറ്റ് എത്തി ഗൈസ്. ഇന്ന് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക്സ് ഉണ്ടല്ലോ. ഏത് വാങ്ങണമെന്ന് ഇപ്പോൾ കൺഫ്യൂഷനായി. ബട്ട് ഇറ്റ്സ് ഓൾറെഡി ഡിസൈഡ്. ഞങ്ങൾ ഇന്ന് ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്ക് കഴിക്കാൻ വന്നതാണ്. ഈ കാണുന്ന സ്ട്രോബെറി ടോപ്പിങ്ങോട് കൂടിയുള്ള കേക്കാണ് ആലിയ ഭട്ട് ഫേമസ് ആക്കിയിട്ടുള്ള ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് മിൽക്ക് കേക്ക്. ഫ്രണ്ട്സ് ഷിഫ്റ്റ് കഴിഞ്ഞ് എത്തിയിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്ക് ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ഒരു സാഫ്രോൺ മിൽക്ക് കേക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ബർത്ത്ഡേയുടെ മെയിൻ പ്രോഗ്രാമായ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. റിച്ച് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങിൽ ലെറ്റൂല് വെച്ചിട്ടായിരിക്കുമെന്ന്. അവള് ശരിക്കും വണ്ടർ അടിച്ചു പോയി. പിന്നെ ഞങ്ങളെല്ലാം കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അങ്ങനെ ഞാനും ട്രൈ ചെയ്തു ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് മിൽക്ക് കേക്ക്. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് എത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. സാഫ്രോൺ കേക്കും അടിപൊളി. അങ്ങനെ കേക്ക്സ് എല്ലാം ഫിനിഷായി. ഇനി അപ്പോൾ അടുത്തത് ഏത് പ്ലേസിലേക്ക് പോകുന്നുള്ള ഡിസ്കഷനിലാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സെൻട്രൽ ലണ്ടൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ്. എനിക്കും റിച്ചുവിനും വീട്ടിലിരിക്കുന്നതിലും ഇഷ്ടം പണ്ട് തൊട്ടേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി നടക്കാനാണ്. സോ റിച്ചുയുടെ സ്പെഷ്യൽ ഡേ അന്ന് വെറുതെ വീട്ടിലിരുന്ന് ടൈം കളയാൻ എനിക്ക് തോന്നിയില്ല. സോ ഞാൻ റിച്ചുയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും വിളിച്ച് സെലിബ്രേഷൻ സെൻട്രൽ ലണ്ടനിലാക്കി. അങ്ങനെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ സ്പോട്ട് തപ്പി നടക്കാണ് ഗൈസ്.
ഇവനാള് കുറച്ച് ഭീകരനാണ്. ആളുകളെ പറ്റിക്കലാണ് മെയിൻ ഹോബി. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഹാരി പോട്ടർ ഫിലിം സീരീസിന്റെ ഔട്ട്ലെറ്റ് കണ്ടു. എങ്കിൽ നമുക്കൊന്ന് അവിടെ കയറി നോക്കിയാലോ? ഇത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഫിലിമിൽ കൂടെയാണ് ഈ മാജിക് വാൻഡും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുള്ളൂ. അത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ വാക്കിങ് കണ്ടിന്യൂ ചെയ്യാണ് ഗൈസ്. ആക്ച്വലി സെൻട്രൽ ലണ്ടനിൽ കൂടെ ഈ ട്രീസിൻ്റെ എല്ലാം അടിയിലൂടെ ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്ത് ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു രസമല്ലേ ഗൈസ്. നടന്നിട്ടും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ സ്പോട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. രേഷ്മയും റിച്ചും സംസാരിച്ച് എവിടേക്കോ നടക്കുന്നുണ്ട്. അവരെ ഫോളോ ചെയ്ത് ഞാനും ഇച്ചായനും അവരുടെ കൂടെ നടക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷനായി ഗൈസ്. കാരണം ഇവിടെ 2 പാർക്കുകളുണ്ട്. ഒന്ന് ലണ്ടൻ ഐയുടെ അവിടെ, ഒന്ന് ഞങ്ങൾ ഈ നിൽക്കുന്ന അവിടെ. അപ്പോൾ എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു സൊല്യൂഷനിലെത്തി. ബർത്ത്ഡേ ഗേൾ പോയിന്റ് ചെയ്ത പോലെ നമുക്ക് ലണ്ടൻ ഐയുടെ അവിടെയുള്ള പാർക്കിലേക്ക് പോകാം ഗൈസ്. പോകുന്ന വഴിക്ക് ഫോട്ടോസ് എടുക്കാൻ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ അവരെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോ എടുത്തിട്ട് ആൾക്ക് പറ്റിയില്ല. 100 ഫോട്ടോ എടുക്കും, 1 ഫോട്ടോ പോലും പറ്റൂല. ഇത് ആക്ച്വലി ഞങ്ങൾ റിച്ചുവിനൊരു സർപ്രൈസ് കൊടുത്തതാണ്. ലണ്ടൻ ഐയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കേക്ക് കട്ടിങ്. ഇത് ആൾ ഒട്ടും വിചാരിച്ചിരുന്നില്ല. വീണ്ടും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ ആൾ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. പിന്നെ ഞങ്ങളവിടെ കട്ട് ചെയ്ത് കേക്കെല്ലാം കഴിച്ച് റിച്ചുവിന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. ഞങ്ങളവിടെ സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങളിതൊരു പിക്നിക്ക് പോലെയാക്കി. ഞങ്ങളുടെ കയ്യിൽ സ്നാക്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഗൈസ്. റിച്ചു ഒന്ന് നല്ല ഹാപ്പിയായി ഗൈസ്. അത് കണ്ട് ഞാനേ ഹാപ്പിയായി. അങ്ങനെ സന്ധ്യയായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോകാമെന്ന്. സോ ഞങ്ങൾ അവിടുന്ന് പതിയെ റിട്ടേൺ ചെയ്യാണ് ഗൈസ്. നൈറ്റിൽ ഈ പ്ലേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നു. സോ ഇനി ഫുഡൊക്കെ ഒന്ന് കഴിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.